ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. റൂർക്കിലയിലെ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് ഭരണനിർവഹണം ഫലപ്രദമാകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ ഒരു സാഹചര്യത്തിലും തുറക്കരുതെന്ന് സംസ്ഥാനത്തെ എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ടത്തിലേക്കുമുള്ള തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 4 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷയിലെത്തി. റൂർക്കിലയിലെ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് ഭരണനിർവഹണം ഫലപ്രദമാകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 18ാമത് സിവിൽ സർവീസസ് ദിനാചരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൈവരിച്ച നേട്ടങ്ങൾ ഓർക്കുന്നതിനൊപ്പം പുതിയ ഉയരങ്ങൾ കീഴടക്കാനുള്ള പരിശ്രമം തുടരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. We should not get satisfied what we have achieved, but we have to remember what we have achieved to keep ourselves moving forward. To move forward with more energy, we have to think about our achievements, but we should not get stopped there or we should not become a stagnant force. I urge you all to continue the same level of commitment and integrity in implementing the government schemes so that the benefits truly reach those who need them the most. The poorest among the poor and their need has to be taken care. Whether the freebies, what we call, we have to grow, we have to create wealth, and we have to serve the people who are in need. വികസിത ഭാരതം, പൌരകേന്ദ്രീകൃത ഭരണവും എല്ലാവർക്കും വികസനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, സിവിൽ സർവീസസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. മുൻനിര നേതാക്കളെ അണിനിരത്തി ശക്തമായ പ്രചാരണമാണ് മണ്ഡലങ്ങളിൽ നടക്കുന്നത്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ ഒന്നാം ഘട്ടത്തിലേക്കുമുള്ള പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് ഈ മാസം 29-നാണ്. കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിൽ മെയ് 4-നാണ് വോട്ടെണ്ണൽ. പശ്ചിമബംഗാളിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് കണക്കിലെടുത്ത് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രവർത്തിക്കുന്ന വെബ്കാസ്റ്റിംഗ് ക്രമീകരണങ്ങളുടെ ട്രയൽ റൺ ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്നാണ് ഈ പ്രക്രിയ നടത്തുക. ബൂത്ത് തല നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യമായ വോട്ടിംഗ് പ്രക്രിയ ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്ന ഈ ട്രയൽ റണ്ണിന്റെ ഓരോ ഘട്ടവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നിന്ന് നേരിട്ട് നിരീക്ഷിക്കും. കേരളത്തിലെ എല്ലാ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും വോട്ടെണ്ണൽ പ്രോട്ടോകോളുകൾ സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. ഇൻഡെക്സ് കാർഡുകൾ തയ്യാറാക്കുന്നതിനോ എൻകോർ പോർട്ടലിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതിനോ തുടങ്ങി ഒരു സാഹചര്യത്തിലും സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ തുറക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രത, സുതാര്യത, സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനായി ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി. ഭിന്നശേഷിക്കാർക്ക് മെയിൽ, എക്സ്പ്രസ് ട്രെയിനുകളിൽ ഇനി റിസർവേഷൻ ഇല്ലാതെ യാത്ര ചെയ്യാമെന്ന് റെയിൽവേ മന്ത്രാലയം. ഭിന്നശേഷി ശാക്തീകരണ വകുപ്പ് നൽകുന്ന UDID കാർഡുകൾ കൈവശമുള്ളവർക്കാണ് പ്രയോജനം ലഭിക്കുക. ഭിന്നശേഷിക്കാർക്കായി നീക്കിവച്ചിട്ടുള്ള കോച്ചുകളിലും സീറ്റുകളിലും UDID കാർഡുകൾ ഉള്ളവർക്ക് യാത്ര ചെയ്യാം. വേനൽക്കാലം പ്രമാണിച്ച് രാജ്യവ്യാപകമായി പ്രത്യേക ട്രെയിൻ സർവീസ് അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. ഏപ്രിൽ 15 മുതൽ ജൂലൈ 15 വരെയുള്ള 3 മാസ കാലയളവിൽ 908 വേനൽക്കാല പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ചതായും 18,262 വേനൽക്കാല സർവീസുകൾ ഉറപ്പാക്കിയതായും റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അശ്വഗന്ധയുടെ വേരും അതിൽ നിന്നുള്ള സത്തും നിർദ്ദിഷ്ട അളവിൽ മാത്രം ഉപയോഗിക്കാമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഭക്ഷ്യമേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സംരംഭങ്ങൾക്കാണ് ഈ നിർദ്ദേശം. നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം അശ്വഗന്ധ ഇല രൂപത്തിലോ സത്തായോ ഉപയോഗിക്കുന്നത് അനുവദനീയമല്ലെന്ന് FSSAI മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 133-ാം പതിപ്പാണിത്. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്ക് ഈ മാസം 24 വരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ അച്ചപ്പയുടെ ആൽബം എന്ന ഏറ്റവും പുതിയ മലയാള ഫീച്ചർ ചലച്ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ഇന്ന് വൈകിട്ട് കൊച്ചിയിൽ നടക്കും. ഈ മാസം 24-നാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. ദീപ്തി പിള്ള ശിവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. തെക്കൻ ജില്ലകളിലടക്കം വെള്ളിയാഴ്ച വരെ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. അതേസമയം വനമേഖലയോട് ചേർന്നുള്ളവർ കാട്ടുതീ മുൻകരുതൽ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിലെ മഴ ലഭിക്കുമെങ്കിലും മിക്കവാറും സ്ഥലങ്ങളിൽ വരണ്ട കാലാവസ്ഥ തുടരും എന്നാണ് പ്രവചനം. അടുത്ത 2 ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഉടനീളം പകൽ താപനിലയുടെ കാര്യത്തിൽ കാര്യമായ കുറവ് അനുഭവപ്പെടില്ല. തിരുവനന്തപുരത്ത് പകൽ താപനില 36 ഡിഗ്രിക്ക് അടുത്തു തന്നെ തുടരും. ആകാശം ഭാഗികമായി മേഘാവൃതമായതിനാൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ തോതിലെ മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കൻ ജില്ലകളിൽ നാളെയും ഒറ്റപ്പെട്ട നേരിയ തോതിലെ മഴയുണ്ടാകും. തേക്കടിയിലെ പെരിയാർ തടാകത്തിൽ ബോട്ട് യാത്രയ്ക്ക് നിയന്ത്രണം. വേനൽക്കാലത്ത് ഡാമിലെ ജലനിരപ്പ് താഴുന്നതിനാൽ ബോട്ടുകളിൽ പ്രവേശിപ്പിക്കാവുന്ന ആളുകളുടെ എണ്ണം പകുതിയായി കുറച്ചു. ഇനി അങ്ങോട്ട് വേനൽ കടുക്കുകയാണെങ്കിൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് അധികൃതർ. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ന്നതോടെ തേക്കടി തടാകത്തിലെ ബോട്ട് പാതകളിൽ മണൽത്തിട്ടകളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരക്കുറ്റികളും തെളിഞ്ഞു തുടങ്ങി. അപകട സാധ്യത കണക്കിലെടുത്ത് വനംവകുപ്പിന്റെയും KTDCയുടെയും വലിയ ബോട്ടുകളിൽ 120 പകരം 40 മുതൽ 50 വരെ യാത്രക്കാരെ മാത്രമാണ് ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത്. ജലനിരപ്പ് 108 അടിയിലേക്ക് താഴ്ന്നാൽ സർവീസുകൾ പൂർണ്ണമായും തടസ്സപ്പെടും. അതേസമയം വേനൽ രൂക്ഷമായതോടെ വന്യമൃഗങ്ങൾ വെള്ളം കുടിക്കാനായി തടാകത്തീരത്തേക്ക് കൂട്ടമായി എത്തുന്നതും പതിവ് കാഴ്ചയാണ്. വന്യമൃഗശല്യം ഭയന്ന് ഇത്തവണ താൽക്കാലിക ബോട്ട് ജെട്ടി നിർമ്മിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. മഴ നീണ്ടുപോയാൽ പെരിയാർ കടുവാ സങ്കേതത്തിലെ വന്യജീവികളുടെ നിലനിൽപ്പിനെയും ഇത് സാരമായി ബാധിക്കും. വയനാട്ടിൽ ഈ മാസം 1-ാം തീയതി മുതൽ ഇന്നലെ വരെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും 10.41 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച മാത്രം 4.72 കോടി രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. മറ്റു വിളകൾക്കും നാശനഷ്ടം സംഭവിച്ചെങ്കിലും വാഴകൃഷിയാണ് കൂടുതൽ നശിച്ചത്. 839 കർഷകരുടേതായ 76.5 ഹെക്ടറിലാണ് കൃഷിനാശമുണ്ടായത്. കൂടുതൽ കൃഷിനാശമുണ്ടായത് പനമരം ബ്ലോക്കിലാണ്. ഏകദേശം 4.96 കോടി രൂപയുടെ കൃഷിനാശമുണ്ടായി. രണ്ടാമതായി മാനന്തവാടി ബ്ലോക്കിലാണ്. കൽപ്പറ്റ ബ്ലോക്കിൽ 99.4 ലക്ഷം രൂപയുടെയും ബത്തേരി ബ്ലോക്കിൽ 33.5 ലക്ഷം രൂപയുടെയും നാശനഷ്ടമുണ്ടായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളായ കൃഷിനാശത്തിന് കർഷകർക്ക് അടിയന്തരമായി ധനസഹായം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. മത്സരം രാത്രി 7:30-ന് ആരംഭിക്കും. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 737 പോയിന്റ് ഉയർന്ന് 79,258-ലും നിഫ്റ്റി 184 പോയിന്റ് നേട്ടത്തിൽ 24,549-ലും വ്യാപാരം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒഡീഷയിലെത്തി. റൂർക്കിലയിലെ വിവിധ വികസന പദ്ധതികൾ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടുമ്പോഴാണ് ഭരണനിർവഹണം ഫലപ്രദമാകുന്നതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ട്രോങ് റൂമുകളോ സീൽ ചെയ്യാത്ത മുറികളോ ഒരു സാഹചര്യത്തിലും തുറക്കരുതെന്ന് സംസ്ഥാനത്തെ എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിൽ 1-ാം ഘട്ടത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. 4 ഡിഗ്രി സെൽഷ്യസ് വരെ അന്തരീക്ഷ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ നേരിയ മഴയ്ക്കും സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.